കമന്റ് ബോക്സ് തുറക്കാൻ പറ്റില്ല ഗൈസ്, അമ്മാതിരി തെറി. എന്റെ പൊന്നോ, ഈ കൊച്ച ബിഗ് ബോസിൽ കയറിയിട്ട് 5 മിനിറ്റ് കൊണ്ട് എയർലായ വ്യക്തി. പുതിയൊരു പേരും കൊടുത്തിട്ടുണ്ട്, ക്രിഞ്ചേഷ് കുമാർ. ഹേ ഗൈസ്, അപ്പൊ എല്ലാരും കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. ലാലേട്ടന്റെ എൻട്രിനെ കുറിച്ചൊന്നും പറയാനില്ല, എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് ഒക്കെയാണ് അതിനൊക്കെ ഉള്ളത്. വീട് കെട്ടിക്കഴിഞ്ഞാൽ പൊതുവെ ചെയ്യുന്നതാണല്ലോ ഹോം ടൂർ. അപ്പൊ ഇവിടെയും ഹോം ടൂർ ഉണ്ട്. അടിപൊളിയാണ്, കഴിഞ്ഞ സീസൺ പോലെയല്ല, കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബെഡ്റൂം, സ്റ്റോർ റൂം, കിച്ചൺ, ഹാൾ, അതുപോലെ തന്നെ ജയിൽ വരെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ അവിടെ മെയിൻ ആയിട്ട് ജയിലിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ ഇതെന്താ മണിയറ പോലെയൊക്കെ തോന്നിയെങ്കിലും ഇതൊരിക്കലും മണിയറയല്ല, തടവറയാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആരെയൊക്കെ കുത്തി പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ആർക്കെങ്കിലൊക്കെ ഇത് കൊള്ളാനാണ് ചാൻസ്. അതായത് കുറെ പ്രൊഡിക്ഷൻസിന് ശേഷം കറക്റ്റ് മെമ്പേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ ഇടയിൽ നിന്നിട്ട് ഒരാളെ ആണെന്നുള്ളത്. നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, കോമണർ ആണ്. നല്ലൊരു ബാങ്ക് ജോലി, ഗവൺമെന്റ് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ബിഗ് ബോസിന് വേണ്ടി മാത്രം 5 വർഷം ലീവ് എടുത്ത് വന്നൊരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിവോഴ്സിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ഒരു സ്ത്രീനെ പോലെ തന്നെ പുരുഷന്മാരും ഡിവോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അതിന്റെ ഡിപ്രഷൻ കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് പുള്ളി മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും എവിടെയോ ഒരു തേപ്പൊക്കെ മണക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വന്നതിന് ശേഷം കമന്റ് ബോക്സ് ഫുള്ള് നെഗറ്റീവ് ആണ് ഗൈസ്. ക്രിഞ്ച്, അതുപോലെ തന്നെ ഇയാൾ എന്തോ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നത്, എവിടെയെങ്കിലും എന്തൊരു തകരാറുണ്ടോ എന്ന രീതിക്ക് ഫുൾ ബാഡ് കമന്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആരും നോക്കിയാലോ. ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു 1000 വട്ടം ചോദിച്ചപ്പോഴും ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ അനുമോളാണ് ഇപ്പൊ അവിടെ കടന്ന് ചാടിത്തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുമോളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്റ്റാർ മാജിക്കിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സൊക്കെ കീഴടക്കിയ ഒരു ആള് തന്നെയാണ് അനുമോൾ എന്ന് പറയുന്നത്. തന്നെ കുറെ സ്ട്രഗിൾസ് ഇടുന്നൊക്കെ മെല്ലെ പൊങ്ങി വന്നൊരു വ്യക്തിയാണ്. നമുക്ക് അടുത്ത ആരാ നോക്കിയാലോ. സിനിമയിലൂടെയും അതുപോലെ തന്നെ പരസ്യത്തിലൂടെയൊക്കെ നല്ല സുന്ദരനായ മോഡലാണ് ആര്യൻ കദൂരിയ എന്നാണ് പേര് പറയുന്നത്, അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചാബി നെയ്മാന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ജനിച്ചതും പഠിച്ചതൊക്കെ കൊച്ചി തന്നെയാണ്, ഡൽഹിയിലും പോയി പഠിച്ചിട്ടുണ്ട്. നാലാമത്തെ കണ്ടസ്റ്റന്റ് ആരാണെന്ന് നോക്കാം. കലാഭവൻ സരിക. കുറെ മിമിക്രി, അതുപോലെ തന്നെ സീരിയലിൽ കുറെ TV ഷോസിലൊക്കെ നമുക്ക് കണ്ട് സുപരിചിതയായ ഒരു ആളാണ് സരിക എന്ന് പറയുന്നത്. അവർ സംസാരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് തോന്നിയൊരു കാര്യമാണ് ഭയങ്കര ഹോം സിക്നെസ്, അല്ലെങ്കിൽ ഒരു കുടുംബിനി, ഭർത്താവാണ് ലോകം, കുട്ടിയാണ് ലോകം, അങ്ങനത്തേക്ക് ഒരു വൈബാണ് അവർ സംസാരിച്ചപ്പോൾ കിട്ടിയത്. റിയാസ് സലീമിന്റെ സീസണിൽ ആരൊക്കെയോ ആയിട്ട് എവിടേക്കൊക്കെ ഒരു ബന്ധമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. സരിക പെട്ടി പാക്ക് ചെയ്യുമ്പോൾ ഭർത്താവിന്റെ ഷർട്ടും കൂടെ അതിൽ പാക്ക് ചെയ്യുന്നുണ്ട്. ആ ഷർട്ട് മണ സമയത്ത് കമന്റ്സ് ഫുള്ള് രേണുസുതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. രേണുസുതി ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ട്രോളായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തി യുവജനോത്സവത്തിൽ സ്റ്റേറ്റ് വിന്നറും ആണ്. ഇതെന്ന് പറയുന്നത് നല്ലൊരു പാട്ടുകാരനാണ്. ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ ഭയങ്കര കാം ആൻഡ് സ്വീറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ബിഗ് ബോസിൽ നിന്നാൽ പറ്റില്ല എങ്കിൽ പോലും പുള്ളിക്കാരൻ വന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നുന്നത് ഭയങ്കര പാവത്താനെ പോലെ, പ്രത്യേകിച്ച് ബിഗ് ബോസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നൊരു ആ രീതിക്കൊക്കെയാണ്. സേഫ് ഗെയിം കളിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല, ഇനി അതും സ്ട്രാറ്റജി കാര്യങ്ങളാണോ എന്ന് നമുക്കറിയില്ല. ഷാറൂഖ് ഖാന്റെ കടുത്ത ആരാധകനായ അക്ബർ ഖാനാണ് അടുത്ത മെമ്പർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലാലേട്ടൻ പറയുന്ന ഒരു ചിരിക്കൊടുക്ക, അല്ലെങ്കിൽ റേഡിയോ എപ്പോഴും ഓൺ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിക്കാണ് പറയുന്നത്. RJ ആയിട്ട് വെറും 2 വർഷമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്, എന്റെ ഫാമിലിയാണ് എന്റെ ലോകം എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരുടെ എൻട്രി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, വെറുപ്പിക്കാത്തൊരു എൻട്രി, ഭയങ്കര എനർജറ്റിക് ആണ് എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനർജി കാണിച്ച് വന്നവരൊക്കെ അവസാനം വരെ നിന്ന് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു കൊച്ചിക്കാരൻ ഫ്രീക്കൻ യോയോ, ചെവിയിലൊക്കെ സ്റ്റെഡൊക്കെ ഇട്ടിട്ടൊരു യോയോ ടൈപ്പുള്ള ബൂംബാങ്ങിന്റെ വീഡിയോസിലൊക്കെ നമുക്ക് കണ്ടുപരിച്ചുള്ള ഒരു മുഖം തന്നെയാണ്. പുള്ളിയുടെ പേരും കുറച്ച് വെറൈറ്റി ആട്ടോ, ഒനിൽ സാബു. അപ്പൊ അതേ ബിഗ് ബോസ് ഹൗസിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റായി, സിംഗറായി, ഷെഫായി, RJ ആയി. ഇനി നമുക്കൊരു കുട്ടി ഡോക്ടറെ കൂടെ നോക്കാം. ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹം കൊണ്ട് ചൈനയിലൊക്കെ പോയി പഠിച്ച് പിന്നീട് ആ ഒരു പ്രൊഫഷൻ വേണ്ട, എനിക്ക് ഫിലിമിലേക്ക് വരണം, അല്ലെങ്കിൽ സീരിയൽ എന്ന രംഗത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡും സീരിയലിൽ തന്നെ ഉള്ള ഒരാളാണ്, ബിനി സെബാസ്റ്റ്യൻ. അപ്പൊ അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത്, എനിക്ക് എന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ബിഗ് ബോസിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ വിന്നർ ആവാൻ ഏജ് ഒരു മാറ്റർ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ എത്തിയിട്ടുണ്ട്, രഞ്ജിത്ത് മുൻഷി. എല്ലാരും കാത്തിരിക്കുന്ന രേണുസുധീനെയാണെന്ന് അറിയാം, പക്ഷെ രേണുസുധിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പൊ അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ രേണുസുധീനേക്ക് ഇന്റർവ്യൂ ചെയ്ത ഷാരികയാണ്. എന്തായാലും രേണു ചേച്ചി അവിടെ വരികയാണെങ്കിൽ ഇന്റർവ്യൂസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ അവിടെ ചോദിക്കാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്, അതുപോലെ തന്നെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്, എപ്പോഴും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. കുങ്കുമപ്പൂവ് എന്ന സീരിയലിലൂടെയാണ് തുടക്കം കുറിച്ചത്. പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാലും ഞാനിവിടെ പേര് പറയാം, ഷാനവാസ്. നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്ത കണ്ടസ്റ്റന്റ് ആരാന്ന് നോക്കിയാലോ. ഫൈനലി ഐ മീൻ ബിഗ് ബോസ്. ചെറുപ്പം മുതൽ ആലിബിന്റെ സ്വന്തം റന ഫാത്തിമ കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന 2 മുഖങ്ങളുണ്ട്. കുറെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ട തന്നെയാണ് ആദില നൂറ. എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ബിഗ് ബോസിൽ കയറി പറ്റാൻ വേണ്ടി ഇത്രയും ഷോ കാണിച്ചത്, അല്ലെങ്കിൽ ഇത്രയും കാട്ടിക്കൂട്ടൊരു വ്യക്തി വേറെ ഇല്ലെന്ന് വേണേൽ പറയാം. നമ്മുടെ രേണുസുതി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് ഗൈസ്. ബിഗ് ബോസിൽ കയറുകയാണെങ്കിൽ ഇത് കപ്പം കൊണ്ടൊക്കെ വരുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ രേണു ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, കണ്ടു തന്നെ നോക്കാം. കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ
ഇവരുടെ സ്ട്രാറ്റജി കാര്യങ്ങൾ, ഫൈറ്റ്, യഥാർത്ഥ സ്വഭാവം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് എന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.